എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം അകലെയുള്ള പാണ്ടിപ്പാറയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ പാണ്ടിപ്പാറ ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ്. പാണ്ടിപ്പാറ ഗ്രാമവും പാണ്ടിപ്പാറ പള്ളിയും പാണ്ടിപ്പാറ സ്കൂളും ടൂറിസ്റ്റ് പാറയും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. 100 ലൈക്കാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. തങ്കമണിയിൽ നിന്നും പാണ്ടിപ്പാറയ്ക്ക് വരുന്ന വഴി പാണ്ടിപ്പാറ ടൗൺ തുടങ്ങുന്നിടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് പാണ്ടിപ്പാറയിലെ റേഷൻ കടയും പോസ്റ്റ് ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. രണ്ടും ഒറ്റ ബിൽഡിങ്ങിൽ തന്നെയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാണ്ടിപ്പാറയിലെ കുരിശുപള്ളി ഉള്ളത്. പാണ്ടിപ്പാറ എൻ്റെ സ്വന്തം നാട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഇവിടെ നിന്നും വീഡിയോ എടുക്കുന്നത്. ഇതാണ് പാണ്ടിപ്പാറയിലെ പ്രമുഖ കൊക്കോ വ്യാപാര സ്ഥാപനമായ ജിൽഫാം. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആയിരത്തി 1950കളുടെ പകുതി മുതലാണ് ആളുകൾ പാണ്ടിപ്പാറയിൽ താമസിക്കാൻ തുടങ്ങിയത്. ആദ്യകാല താമസക്കാരിൽ ഭൂരിഭാഗവും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു. പാണ്ടിപ്പാറ ടൗണിൻ്റെ ഹൃദയഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് പാണ്ടിപ്പാറയിലെ വെയിറ്റിംഗ് ഷെഡും പാണ്ടിപ്പാറയിലെ ഓട്ടോ സ്റ്റാൻഡുമെല്ലാം. പഴയ കാലത്തെ പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ പാണ്ടിപ്പാറ. ഈ ഗ്രാമം ഇപ്പോൾ വികസിച്ച് അതിമനോഹരമായി തീർന്നിരിക്കുന്നു. പഴയ പാണ്ടിപ്പാറയും പുതിയ പാണ്ടിപ്പാറയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പാണ്ടിപ്പാറയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോസഫ് ദേവാലയം ഇപ്പോൾ ഹൈറേഞ്ചിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിന് ചുറ്റുമാണ് മനോഹരമായ പാണ്ടിപ്പാറ ഗ്രാമമുള്ളത്. സ്വന്തമായി 2 ഫാക്ടറി വരെയുള്ള ഗ്രാമമാണ് പാണ്ടിപ്പാറ. കൊക്കോ കമ്പനികളായ കാഡ്ബറീസും ജിൽഫാമും ഈ ഗ്രാമത്തിൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളാണ്. ഇതാണ് പാണ്ടിപ്പാറയിലെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് പണി കഴിപ്പിച്ച സ്കൂൾ. ഈ സ്കൂളിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഓർക്കേണ്ട ഒരാളുണ്ട്. കൊക്കോ കമ്പനിയായ മോണ്ടലീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പാണ്ടിപ്പാറയിലെ ടെക്നിക്കൽ ഓഫീസർ എൽദോ സാർ. ഒരു പക്ഷേ സാറില്ലായിരുന്നെങ്കിൽ ഈ പുതിയ സ്കൂൾ ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. എൽദോ സാർ ഇടപെട്ട് മോണ്ടലീസ് കമ്പനിയിൽ നിന്നും അനുവദിപ്പിച്ച പണത്തിന് പിന്നിൽ ഇവിടുത്തെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും കൈകോർത്തപ്പോൾ പുതിയ ഒരു സ്കൂൾ ഇവിടെ ഉദിച്ചുയരുകയായിരുന്നു. അങ്ങനെ കേരളക്കര മുഴുവൻ പ്രശസ്തമായ സെൻറ്റ് ജോസഫ് UPS സ്കൂൾ പാണ്ടിപ്പാറയാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പാണ്ടിപ്പാറയുടെ സ്വന്തം കുരിശുമല ആയ ടൂറിസ്റ്റ് പാറയിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകാൻ നമ്മൾ ചെയ്യേണ്ടത് പാണ്ടിപ്പാറയിലുള്ള ചെറിയ സിറ്റിയിൽ വന്ന ശേഷം അവിടുന്ന് നേരെ കിടക്കുന്ന ഈ വഴിയിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടൂറിസ്റ്റ് പാറയിൽ എത്തിച്ചേരാൻ സാധിക്കും. ടൂറിസ്റ്റ് പാറയ്ക്ക് പോകുന്ന വഴിക്ക്, അതായത് പാണ്ടിപ്പാറ ചെറിയ സിറ്റി വരുമ്പോൾ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സത്യൻ ചേട്ടൻ്റെ സ്വന്തം കട, ജീത്തു വെജിറ്റബിൾസ്. ടൂറിസ്റ്റ് പാറ കാണാൻ പോകുന്നവർക്ക് വെള്ളവും മറ്റു സാധനങ്ങളുമൊക്കെ വേണമെങ്കിൽ സത്യൻ ചേട്ടൻ്റെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോവുക. കാരണം ടൂറിസ്റ്റ് പാറയുടെ പരിസര പ്രദേശങ്ങളിൽ കടകളൊന്നുമില്ല. ഇതാണ് നമ്മുടെ സ്വന്തം സത്യൻ ചേട്ടൻ. ആളൊരൽപ്പം നാണക്കാരനാണ്. കൂടാതെ ആൾ നല്ലൊരു തമാശക്കാരനുമാണ്. അതുപോലെ സത്യൻ ചേട്ടൻ്റെ കടയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു കടയാണ് ഈ കാണുന്ന
തമ്പലക്കാട്ട് കട. സത്യൻചേട്ടൻ്റെ കടയും തമ്പലക്കാട്ട് കടയും കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പാറയ്ക്ക് പോകുന്ന വഴിക്ക് വേറെ കടകളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കാവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഈ വളവിൽ നിന്നും നേരെ കടക്കുന്ന വഴിയിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ ടൂറിസ്റ്റ് പാറയിൽ ചെല്ലാൻ സാധിക്കും. ഈ താഴേക്ക് കാണുന്ന വഴി ചേലച്ചോട്, കരിമ്പൻ, തടിയമ്പാടൊക്കെ പോകുന്ന വഴിയാണ്. നേരെ കടക്കുന്ന വഴിയിലൂടെയാണ് നമുക്ക് ടൂറിസ്റ്റ് പാറയിലേക്ക് പോകേണ്ടത്. സ്വന്തം വാഹനവുമായിട്ട് നമുക്ക് മലയുടെ മുകളിൽ വരെ ചെല്ലാൻ സാധിക്കുന്നതാണ്. നല്ല വഴി തന്നെയാണ്. പണ്ട് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നാണ് ആളുകൾ പാണ്ടിപ്പാറയ്ക്ക് കുടിയേറിയത്. ആദ്യം 10 മുതൽ 15 വരെ കുടുംബങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുടിയേറി പാർത്ത ആളുകൾ ഇവിടെ നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ വിവിധ വിളകളും കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും കൃഷി ചെയ്തു. പതുക്കെ ആളുകൾ പലയിടത്തു നിന്നും ഇവിടേക്ക് കുടിയേറാൻ തുടങ്ങി. മറ്റെല്ലാ ഹൈറേഞ്ച് പ്രദേശങ്ങളെയും പോലെ പാണ്ടിപ്പാറയും കുരുമുളക് കൃഷിക്ക് പേര് കേട്ടതാണ്. ആദ്യകാലങ്ങളിൽ മനുഷ്യർക്ക് ഇവിടെ വന്യമൃഗങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നതായും പറയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ടൂറിസ്റ്റ് പാറയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നേരെ നമുക്ക് ഇടുക്കി ഡാം കാണാം എന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ മരിയാപുരം, വാഴത്തോപ്പ്, കരിമ്പൻ, മൂന്നാറിൻ്റെ ഭാഗങ്ങൾ, കല്യാണത്തണ്ട് മലനിരകൾ, കാൽവരി മൗണ്ട് തുടങ്ങിയ സ്ഥലങ്ങളും നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ഈ പാറയുടെ മുകളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു സ്വർഗത്തിൽ ചെല്ലുന്ന പോലെയാണ്. ഇവിടെ നിന്നും കാണുന്ന കാഴ്ചകളൊന്നും ഒരു രക്ഷയുമില്ല. അതുപോലെ മനോഹരമായ കാഴ്ചകളാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ പാറ കാണാൻ വരുന്നവർ അതിൻ്റെ അരികത്തേക്കൊന്നും പോകരുത്. എല്ലാവരും സേഫായി പോയി കണ്ട് ആസ്വദിച്ച് സേഫായി തിരിച്ചു വരിക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടൻ കാണാം എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ വീഡിയോയുടെ ബാക്കി കാഴ്ചകളിലേക്ക്